ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് പോയിൻ്റ് ഇറ്റ് ഈസ് ദ ക്രീം ഓഫ് സെവറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. എന്താണ്? പല രാജ്യങ്ങളിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മിശ്രിതം, അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും മൗലിക അവകാശങ്ങളാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ഘടകമാണ്. അത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ ബോറോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, അത് യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലാൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്രീം ഓഫ് സെവറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് പോയിൻ്റ് ഇറ്റ് ഈസ് ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റ് പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നീളം കൂടിയ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷേ ബ്രിട്ടനിൽ അൺറിട്ടൺ ആണ്. ഇവിടെ ഇന്ത്യയിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഫോം ചെയ്യുമ്പോൾ ആദ്യം 22 പാർട്സും 8 ഷെഡ്യൂൾസും 395 ആർട്ടിക്കിൾസും ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 25 പാർട്സും 12 ഷെഡ്യൂൾസും 448 ആർട്ടിക്കിൾസും പിന്നെ 106 അമെൻമെൻറ്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ദ ലെങ്തിയസ്റ്റ് ഓഫ് ഓൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റ് എല്ലാ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഒക്കെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ദ തേർഡ് പോയിൻ്റ് ഈസ് ഇറ്റ് ലേയ്സ് ഡൗൺ സ്ട്രക്ചർ ഓഫ് സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്താണ്? ഇന്ത്യക്ക് സെൻട്രലിൽ, കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ട്. കേന്ദ്രഭരണം നടത്തുന്നത് ഒരു ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് സെൻട്രൽ ഗവൺമെൻറ്റും ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ഇൻ ഇന്ത്യ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി സിംഗിൾ സിറ്റിസൺഷിപ്പ്. എന്താണ്? ഇന്ത്യയിൽ ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ നൽകുന്നത്. പക്ഷേ അമേരിക്കയിലൊന്നും അങ്ങനെയല്ല. അമേരിക്കയിൽ അവരുടെ രാജ്യത്തിൻ്റെ ഒരു സിറ്റിസൺഷിപ്പും അതുപോലെ അവർ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് അതിൻ്റെ ഒരു സിറ്റിസൺഷിപ്പും ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് നോക്കിയിട്ട് സെപ്പറേറ്റ് ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. ഇന്ത്യയിൽ ഏത് ഭാഗത്ത് താമസിക്കുകയാണെങ്കിലും അവിടെ ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യനെ ദ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റെസ്പോൺസിബിൾ ആയിരിക്കും ലെജിസ്ലേച്ചറിൽ. അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ രാജ്യത്തെ ഭരണം നടത്തുന്ന രീതിയാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യയിൽ എലക്ഷൻ നടത്തിയിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവരാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത്. ഇതാണ് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 12 തൊട്ടിട്ട് 35 വരെയാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇന്ത്യയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ഒഴിവാക്കാനോ പാടില്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും നിയമം പാസ്സാക്കിയാൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കാനുള്ള അധികാരം സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നെക്സ്റ്റ് ഫീച്ചറാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് ഇത് സർക്കാരിന് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ്. ഈ മാർഗനിർദ്ദേശങ്ങൾ സമൂഹത്തിൻ്റെ ഭരണത്തിനും സാമൂഹ്യ നീതി നിർവഹണത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. അതായത് കോടതികൾക്ക് ആരുടെയും സമ്മർദ്ദം കൂടാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം. കോടതി സർക്കാരിൻ്റെയും പാർലമെൻറ്റിൻ്റെയും നിയന്ത്രണത്തിലുള്ളതല്ല. ദ നെക്സ്റ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും നിർവഹിക്കേണ്ട ചില കടമകളാണ് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് പറയുന്നത്.
ഇന്ത്യൻ ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. അതായത് ഭരണഘടനയിലെ ചില വകുപ്പുകൾ മാറ്റാൻ പാർലമെൻറ്റിലെ 2 സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം വേണം. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ നിയമങ്ങൾ പാസ്സാക്കാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഇതിന് റിജിഡിറ്റി കൂടുതലാണ്. അതിൻ്റെ കഠിനത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില നിയമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പാസ്സാക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, കഠിനവുമാണ് ലാഘവത്തോടെയും എടുക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത പ്രത്യേകതയാണ് ദ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് ഇന്ത്യയിൽ 18 വയസ്സ് തികഞ്ഞ ഏതൊരു വ്യക്തിക്കും വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾക്ക് ആരാണ് ഇന്ത്യയെ ഇനി ഭരിക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഈ വോട്ടവകാശത്തിൽ ആ ഓരോ വ്യക്തിയുടെയും ജാതി, മതം, വർഗം, വിദ്യാഭ്യാസം ഇങ്ങനെ ഒരു ഘടകങ്ങളും എഫക്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമാണ് ഇതിൽ നോക്കുന്നുള്ളൂ. ദ ലാസ്റ്റ് ഫീച്ചർ ഈസ് ദ എമർജൻസി പ്രൊവിഷൻസ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് പറയും. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുക രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഈ എമർജൻസി പ്രൊവിഷൻസ് തന്നെ 3 തരത്തിലുണ്ട്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. ഈ 3 പല കാര്യങ്ങൾക്കാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുക. ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം.